ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. പുതുവർഷ പിറവിയിലേക്ക് പോവുകയാണ്. അതായത് 1201 ആണ്ടിലേക്ക് കടന്നു. 1200 കഴിഞ്ഞു, 1201 ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ പുതുവർഷം പിറക്കുന്നത് 2025 ആഗസ്റ്റ് 17 തീയതിയാണ്. ഞായറാഴ്ച ദിവസം ഉദയത്തിന് മുമ്പ് 11 നാഴികയ്ക്ക്, അതായത് പുലർച്ചെ 1:55 പുതുവർഷം പിറക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിലാണ് പുതുവർഷം വരുന്നത്. കാർത്തിക നക്ഷത്രം ഇടവക്കൂറാണ്. ഇടവക്കൂറിലാണ് പുതുവർഷം വരുന്നത്. അതുപോലെ തന്നെ അന്നേക്ക് വരുന്ന ലഗ്നം, ഉദയ ലഗ്നം എന്ന് പറയുന്നത് ഇടവലഗ്നമാണ്. ഇടവലഗ്ന സമുച്ചയത്തിൽ ചിങ്ങരവി സംക്രമം, ചിങ്ങ രാശിയിലേക്ക് രവി പ്രവേശിക്കുക എന്നാണ്, സൂര്യൻ പ്രവേശിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ചിങ്ങരവി സംക്രമം, ചിങ്ങമാസം പിറക്കുന്നു, പുതുവർഷം പിറക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് ചിന്തിക്കുമ്പോൾ ലഗ്നം വരുന്നത് ഇടവ ലഗ്നം തന്നെയാണ്. ലഗ്നത്തിന്റെ 2ാം ഭാവത്തിൽ വ്യാഴം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ തന്നെ ധനകുടുംബ സ്ഥാനമായ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. 3ാം ഭാവത്തിൽ ബുധൻ, 4ാം ഭാവത്തിൽ സൂര്യനും കേതുവും, 5ാം ഭാവത്തിൽ ചൊവ്വ, 10ൽ രാഹു, 11ൽ ശനിയാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയും വ്യാഴവും അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നത് അത് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു തന്നെയാണ്. അപ്പോൾ മലയാള വർഷപ്പിറപ്പ് ഏകദേശം സംബന്ധിച്ചിടത്തോളം കാലം ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ മനുഷ്യർക്ക് സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾക്ക് ഓരോ രാശികൾക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇടവക്കൂറുകാർക്കാണെങ്കിൽ ഇടവക്കൂറുകാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലൂടെയാണ് പോകുന്നത്. അവനവന്റെ സ്വന്തം നില മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തിക്കും നിൽക്കുകയില്ല. കിട്ടിയ ധനം ശേഖരിച്ച് വെക്കുന്നതിൽ മിടുക്ക് കാണിക്കും. അതുപോലെ അലോസരമായിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കില്ല. നല്ലപോലെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത് ധനങ്ങൾ ഉണ്ടാക്കാനുള്ള വഴികൾ തിരഞ്ഞെടുക്കും. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കും. ഈ വർഷത്തിൽ പുതിയ പുതിയ മേഖലകൾ കണ്ടുപിടിച്ച് അതിനെ എങ്ങനെ വിപുലീകരിക്കുവാൻ എന്നുള്ള ബുദ്ധിയും തൊഴിലിൽ ഇനിയും എങ്ങനെ മുന്നോട്ട് പോകാൻ എന്നുള്ള സ്ഥിതിയും മനസ്സിൽ കണക്കുകൂട്ടി വെച്ചിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും സാഫല്യത്തിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. ഇഷ്ടപ്പെട്ട വധുവിനെയോ ഇഷ്ടപ്പെട്ട വരനെയോ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം കൂടുതലായിട്ടും കാണുന്നുണ്ട്. കുടുംബത്തിൽ സംതൃപ്തി നിലനിർത്തുവാനും സന്താനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള അതിസാമർത്ഥ്യപരമായിട്ടുള്ള ബുദ്ധിയും സ്വന്തം കുടുംബത്തിൽ മിടുക്ക് കാണിക്കാനുള്ള ഗുണങ്ങളും ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങളും ദൂരദേശ യാത്രയും കൊണ്ട് ഉപകാരങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതയും ഈ അവസരത്തിൽ കാണുന്നുണ്ട്. അതുപോലെ ചിങ്ങമാസ പുലരിയിൽ തന്നെ ആരംഭകാലത്ത് തന്നെ ഇവർക്ക് ചെറിയ ചെറിയ പ്രതീക്ഷകൾ ഉണർത്തുന്ന കുറെ വിശിഷ്ട അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങൾ സംഭവിക്കുന്നതാണ്. സ്വർണ്ണാഭരണ മേഖലയിൽ വൻ കുതിപ്പ് വരുവാനുള്ള സാധ്യതയുണ്ട്. മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നത് അതിജീവനമായിട്ടുള്ള തീവ്രകരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഹൈടെക്, എംടെക് അങ്ങനെയുള്ള എല്ലാവിധ സംവിധാന മെഷീനറി സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങളുടെ ഒരു നല്ലൊരു കാലഘട്ടം തന്നെയാണ് കാണുന്നത്. അതുപോലെ ബന്ധു സമൂഹങ്ങളുമായിട്ട് നല്ല ഇടപാടുകൾ നടത്തുവാനും നല്ല സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുവാനും നല്ല ബിസിനസ്സുകൾ തിരഞ്ഞെടുക്കുവാനും മിടുക്കുകൾ കാണിക്കാനുള്ള സാഹചര്യം ഈ വർഷത്തിൽ ഇവർക്ക് പ്രതിദാനം ചെയ്യുന്നുണ്ട്. വർഷം വളരെ ഗുണകരമായിട്ട് ഇവർക്ക് അനുകൂലത്തിൽ വരുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഭവന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് അവരവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റും. ആഡംബര വാഹനം അതുപോലെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തുവരുവാനുള്ള സാധ്യതയുണ്ട്. ദൂരദേശ യാത്രയും കൊണ്ട് വിജയങ്ങൾ കരസ്ഥമാക്കാനുള്ള സാധ്യതയും ഇവർ കാണുന്നത്. നിയമസംബന്ധമായിട്ടും അതുപോലെ തന്നെ മെഡിക്കൽ മേഖല സംബന്ധമായിട്ടും പ്രവർത്തിക്കുന്നവർക്ക് ഉജ്ജ്വലപരമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് ചിങ്ങമാസത്തിലെ പുതുവർഷപ്പിറവി. അതുപോലെ തന്നെ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല വിധം നടന്നു വരുവാനുള്ള സാഹചര്യം ഈ വർഷത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഈ വർഷം ഇവർക്ക് ഗുണപരമാണ്. നമസ്കാരം.